ഹായ് വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇത് നമുക്ക് ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 60 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള ഒരു ശർക്കര നന്നായിട്ട് ചീകി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിൽ വല്ല തരിയോ കരടൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ശർക്കര ചെറിയ കഷ്ണങ്ങളായിട്ട് ചീകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ ശർക്കര ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു അല്പസമയം കൂടി ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നൂൽപ്പരുവൊന്നും ആവണ്ട. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി വരണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇട്ട് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടിയിലേക്ക് നെയ്യ് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് വരും നമ്മളെ ഗോതമ്പ് പൊടി. ആ ഒരു രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വേണം ഒഴിക്കാൻ. മുഴുവനായിട്ട് ചൂടാറണ്ട. അത് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യമനുസരിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. 2 രീതിയിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഒന്നില്ലെങ്കിൽ വലിയ ഉണ്ടയാക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ചപ്പാത്തി പലമ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ചെറിയ ചെറിയ വട്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ചെറിയ ഉണ്ടയായിട്ട് എടുത്തിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തൊട്ട് പറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വട്ടാക്കി കൊടുത്താൽ മതി. ഈ ഒരു കട്ടിയിൽ വേണം ഇതെടുക്കാൻ. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യണത്. എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ മതി. ഈ രീതിയിൽ നമുക്ക് ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൻ്റെ ഡോ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ അത്രയും സോഫ്റ്റ് ആവരുത്. അതിലും കുറച്ചും കൂടിയും കട്ടിയുള്ളൊരു ഡോ ആയിരിക്കണം. എന്നാലേ ഇത് കറക്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പരത്തിയെടുക്കുന്ന സമയത്ത് പൊടി ഇടരുത്. ഓയിൽ നെയ്യ് തേച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കയ്യിൽ വെച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കണമായിരിക്കും നല്ലത്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂടരുത്. തീ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ നമുക്ക് മര്യാദക്ക് കുക്കായി കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം ഇതെല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ശർക്കരയും ഗോതമ്പ് പൊടിയും ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കളറിലാണ് ഇത് ഇരിക്കുക. ഈ രീതിയിലാണ് ഇത് ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്